പരസ്യമായി ആരും പത്തനാപുരത്ത് ഒരു ഉദ്യോഗസ്ഥനും കൈക്കൂലി ചോദിക്കാറില്ല. കൊടുക്കുന്നത് വല്ലതും വാങ്ങിക്കും എന്നുള്ളതല്ലാതെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഉടനെ MLA കാണുമെന്ന് അറിയാം, പിന്നെ വരുന്നത് വേറെ വല്ലതും ആയിരിക്കും കേൾക്കുന്നതെന്ന് അറിയാം. നമുക്ക് അങ്ങനെ തന്നേ പറ്റൂ എന്ന് പറയാറില്ല. ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു, കൈക്കൂലിയൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. PWD ഉദ്യോഗസ്ഥൻ പറഞ്ഞ് സത്യസന്ധമായിട്ട് പറയണം. ഞാൻ അങ്ങനെയൊന്നുമില്ല സാറേ എന്നൊന്നും പറയരുത്, സത്യം പറയണമെന്ന് പറയും. സ്വകാര്യ സാറ് ആരോടും പറയത്തില്ല എന്ന് ഞാൻ ആരോടും പറയുന്നത്. പ്രസംഗിക്കുമ്പോഴും പേര് പറയരുത് പറയും. പക്ഷെ എനിക്ക് ആ സത്യസന്ധത ഇഷ്ടപ്പെട്ടു. എന്നെ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല സാറേ, ഇപ്പോൾ കോൺട്രാക്ടർമാരൊക്കെ അങ്ങനെയൊന്നും തരത്തില്ല. പിന്നെ തരുന്നതൊക്കെ അങ്ങ് തരുന്നത് വന്നാൽ വാങ്ങിക്കും, ചോദിക്കാറില്ല. പിന്നെ ചിലർ ഒഴിഞ്ഞ കവർ തന്നിട്ടും പോകും സാറേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒഴിഞ്ഞ കവർ കൊടുത്തിട്ട് പോകുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. അവരുടെ സത്യസന്ധത, ആ എഞ്ചിനീയർ അയാളെ ഒരു സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒഴിഞ്ഞ കവർ കിട്ടുന്നുള്ളതും പറഞ്ഞല്ലോ. തീരെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. എങ്കിലും ബലം പ്രയോഗിച്ച് വാങ്ങുന്ന പരിപാടികൾ പഞ്ചായത്തിലൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറഞ്ഞിട്ടുണ്ട്. ചിലരങ്ങനെ ബലമൊന്നും പ്രയോഗിച്ചില്ലെങ്കിൽ കുരുക്കുകൾ ഉണ്ടാക്കിയിട്ട് തരും. ഈ കുരുക്കഴിക്കാൻ വേണ്ടി നമ്മളെന്തെങ്കിലും അവിടെ ഈ യന്ത്രം ഓണാതിരിക്കുമ്പോൾ എണ്ണ ഒഴിക്കുന്ന പോലെ ശകലം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതിന് ഉള്ള മാർഗം അറിയാവുന്ന വിദഗ്ധന്മാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ ഈ അടുത്ത സമയത്ത് എറണാകുളത്ത് കോർപ്പറേഷനിൽ എൻ്റെ ഒരു പരിചയക്കാരൻ, ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു കെട്ടിടം വെച്ചു. ആ കെട്ടിടം നിർമ്മിക്കാൻ 2 തവണ അനുവാദം ഉണ്ടായിരുന്നു. 3-ാം തവണ അയാൾ പണി തീർക്കാൻ കാശില്ലാത്തതുകൊണ്ട് തീർക്കാതെ വെച്ചിരുന്നു. കാലാവധി പുതുക്കാൻ വേണ്ടി കൊടുത്തവൻ പറഞ്ഞ് രക്ഷയില്ല. ഒരു കൊട്ടാരക്കരക്കാരനാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു, കൊല്ലത്തുകാരനാണ് ഞാൻ അറിഞ്ഞു. അപ്പം ഞാനൊന്ന് വിളിച്ചു. അപ്പം ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ കൗൺസിലറെ, CPM പാർട്ടിയുടെ പ്രമുഖനായ നേതാവിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു അത് കൊടുക്കണം, ന്യായമായിട്ട് കൊടുക്കേണ്ടതാണ്, അവർക്ക് നേരത്തെ പെർമിഷൻ കിട്ടിയതാണ്. 2-ാം തവണയും പുതുക്കിയുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് 3-ാം തവണ പുതുക്കാൻ വന്നിരിക്കുകയാണ്, പുതുക്കി കൊടുക്കണം. ഈ എഞ്ചിനീയർ നമ്പർ എനിക്ക് തന്നു. ഞാൻ അയാളെ വിളിക്കുമ്പോൾ അയാൾക്ക് കാണാം ഗണേഷ് കുമാർ MLA പത്തനാപുരം എന്ന് ട്രൂ കോളറിൽ അടിക്കുന്നു. ജമ്മം ചെയ്ത് അയാൾ എടുക്കില്ല. 2 ദിവസം കഴിഞ്ഞാൽ മറ്റേ ആൾ പറഞ്ഞു, സാറേ ശരിയായി, പക്ഷെ 1 ലക്ഷം രൂപ എടുത്തു. അപ്പോൾ സാറോട് പറയണ്ട എന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. തിരുവനന്തപുരത്ത് ഞാനൊരു വീട് വെച്ചപ്പോൾ അന്ന് MLA ഒന്നുമല്ല കേട്ടോ. ആ വീടിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ TC കിട്ടാൻ വേണ്ടി അന്നത്തെ മന്ത്രിയായിരുന്ന, അന്ന് MLA ആയിരുന്ന ശ്രീ പന്തള സുധാകരനെ കൊണ്ട് ഞാൻ ശുപാർശ ചെയ്യിച്ചു. അദ്ദേഹം വിളിച്ച് പറഞ്ഞു, ഗണേഷ് കുമാർ ബാലേഷുള്ള സാറിൻ്റെ മോനാണ് ചെയ്തു കൊടുക്കുന്നത്, അച്ഛൻ MLA ഒക്കെ ആണെന്ന് ആലോചിക്കണേ. എൻ്റെ 10,000 രൂപ കൈക്കൂലി വെച്ച് എന്നിട്ടാണ് എനിക്ക് TC കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, R ബാലകൃഷ്ണയുടെ മകനായ സിനിമാ നടനായ എൻ്റെ 10,000 രൂപ വാങ്ങിച്ചിട്ട് എനിക്ക് വീട്ടിൽ TC കിട്ടുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ ഇപ്പോൾ ഒരു തുകയല്ല എന്ന് പറഞ്ഞു. മറ്റേ ആൾ പറയാം, സാറേ ആശ്വാസമായി, ഞാൻ കൂടിപ്പോയോ എന്ന് വിചാരിച്ചിരുന്ന അല്ല, ആശ്വാസമായി. പൂർണ്ണമായും അഴിമതിയൊക്കെ അങ്ങ് നിർമ്മാർജ്ജനം ചെയ്തു എന്നൊന്നും പറയാറായിട്ടില്ല. ഇതൊക്കെ വെറുതെ ഗണേഷ് കുമാർ പ്രസംഗിക്കുന്നതല്ല, ഇതിൻ്റെയൊക്കെ തെളിവുണ്ട്, ഇവരുടെയൊക്കെ ഫോൺ നമ്പരും ഉണ്ട്, പേരുമുണ്ട്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രി എന്നോട് ചോദിക്കാമെങ്കിൽ, നടപടിയെടുക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞു, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ കൈക്കൂലി വാങ്ങി കൊടുക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നു.